മറ്റേത് സൽസ്വഭാവത്തിന്റെ ഗുണം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അസൂയയും പകയും ഇല്ലായ്മ ചെയ്യണം. ഇപ്പൊ ഡിലീറ്റ് ചെയ്യണം. ഫോർമാറ്റ് ചെയ്യാന്നൊക്കെ പറയില്ല നമ്മള്. ഈ നേരത്ത് അസൂയ മറ്റോ നന്നാവുന്നത് അസൂയ. ഒരാൾക്കൊരു അള്ളാഹു ഗുണം ചെയ്ത അതിൽ കണ്ടുകൂടായ്മ. ഒരുത്തന്റെ വീട് തന്നെക്കാളൊന്ന് ഉഷാറായി പോയാൽ പിന്നെ അവൻ പറഞ്ഞെടുത്ത് വട്ടിപ്പലിശയാണല്ലോ, അറിയില്ലട്ടോ. ഈ അറിയാത്ത പിന്നെ എന്തിനാ പറയുന്നത്? വെറുതെ പറയാം, എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുക. മനുഷ്യന്മാരെ ഈകഴ്ച അസൂയുണ്ട്, വേറൊന്നുമല്ല. എന്നെക്കാള് 2 വള ഏറെ ഓലിട്ട് വന്നിടണേ പിന്നെ അവളെ അമ്മായിമാന്റെ അടിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് കൊണ്ടൊരു കഥ ഉണ്ട്. അതൊക്കെ ആണാവോ? വെറുതെ പറയാം. ഇങ്ങനെ എന്തെങ്കിലൊക്കെ നുണ പറയാൻ ഒരു മനുഷ്യനോട് അസൂയ തോന്നിക്കുക. അസൂയ ഇത് വലിയ ഉപദ്രവമാണ്. അത് എല്ലാവരും കൽബിന്ന് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ സ്വർഗത്ത് കടക്കാൻ പറ്റൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. കൽബിനെ ശുദ്ധിയാക്കണം. മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചുവല്ലോ, യാ റബ്ബി, അല്ലാഹുവേ, മൻ തുദില്ലുഹും ഫീ ദില്ലിക യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക്, നിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നാളെ മഹ്ശറയുടെ ചൂടിൽ ആർക്കാണ് റബ്ബേ നീ തണൽ കൊടുക്കുന്നത് എന്ന് സയ്യിദുനാ മൂസ നബി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ മറുപടി, ഹുമുസ്സാഹിറതു ഖുലൂബുഹും അൽബരീഅതു ഐദീഹിം, കൈകളാൽ തിന്മ ചെയ്യാത്തത് ഹൃദയം ശുദ്ധമായവർ, അവർക്ക് ഞാൻ അർശിന്റെ തണൽ കൊടുക്കും എന്ന് അല്ലാഹു ജല്ല ജലാലു മറുപടി കൊടുത്തു. അർശിന്റെ തണൽ കിട്ടാൻ അതൊരു കാരണമാണ്. കൽബ് ശുദ്ധിയായിട്ട് ആരോടും പക വേണ്ട, ദേഷ്യം വേണ്ട. എന്താ ചെയ്യ? പക ഉണ്ടാക്കാൻ പറഞ്ഞെടുക്കുന്ന ഒരവസ്ഥ പിന്നെ എന്താ? പക ഉണ്ടാക്കാൻ വേണ്ടി പറയാം. പക ഉണ്ടാക്കരുത്, നമ്മൾ ഒഴിവാക്കുക കൽബിൽ നിന്ന്. അല്ലാഹുക്ക് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ? മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിയത് കൊണ്ടല്ലേ ഇബ്ലീസിന് സുജൂദ് ചെയ്യാൻ കഴിയാതെ പോയത്? അസൂയല്ലേ അത്? ഞാനോ എന്ന് ചിന്തിച്ചു. പോയിക്കോ ഇബ്ലീസ്, ഇവിടുന്ന് പോ. ഫഇന്നക റജീം, യു ആർ കഴ്സ്ഡ്, നീ ശപിക്കപ്പെട്ടവനാണ്, പൊയ്ക്കോ. അസൂയുള്ള മനസ്സുകൊണ്ട് ഇവിടെ വേണ്ട എന്ന് അള്ളാഹു ഇറക്കി വിട്ടു. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരിക്കൽ പറഞ്ഞുവല്ലോ, യത്ലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഇപ്പൊ കടന്നു വരുന്നു, ഈ പള്ളിയിലൂടെ കടന്നു വരും. സുദീർഘമായ ചരിത്രമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനത് സംക്ഷിപ്തമായി പറയാം, വിഷയവുമായി ബന്ധിച്ചതുകൊണ്ട് മാത്രം. സഹാബത്തിന് നബി ക്ലാസ് എടുക്കുന്നു. തങ്ങൾ പറഞ്ഞു, ഇത് ഇപ്പോ ഇടത്തെ കയ്യിൽ ചെരുപ്പും പിടിച്ച് വുളൂവിന്റെ വെള്ളം താടിയിലൂടെ ഉറ്റിയിട്ട് ഒരു മനുഷ്യൻ വരും കേട്ടോ, അയാൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. അവരിങ്ങനെ നോക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബാക്കിൽ നോക്കുന്നുണ്ട്, ആരാണ് ആൾ വരുന്നത്. നോക്കുമ്പോൾ ഒരാൾ വന്നു. ആൾ വന്നിരുന്നു, ആള് കെട്ടുപോയി. അയാൾ അറിഞ്ഞിട്ടില്ല നബി തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. 2ാമത്തെ ദിവസം തങ്ങൾ അത് തന്നെ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ വരാൻ പോകുന്നുണ്ട്, ഇപ്പൊ വരും. കയ്യിൽ ചെരുപ്പും പിടിച്ചിട്ട് താടിയിലൂടെ വുളൂഇന്റെ വെള്ളവുമായി ഇപ്പൊ വരും. ഒരാൾ വന്നോട്, ഇന്നലെ വന്ന അതേ ആൾ 3 ദിവസം വന്നു. അപ്പോഴാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചെന്നതിലെ കഥല്ലേ, നിങ്ങളെ വീട്ടിൽ നിന്ന് താമസിപ്പിക്കുക, ഞാൻ വാപ്പാനായിട്ട് ഇച്ചിരി പ്രശ്നത്തിലാ, അതുകൊണ്ട് എന്നെ 1-2 ദിവസം താമസിപ്പിക്കണം. ചെന്നത് ഇബാദത്ത് എങ്ങനെയുണ്ട് നോക്കി പഠിക്കാനാ. ഒന്നും കണ്ടില്ല, സാധാരണ പോലെ ഇശാ നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു, കിടന്നുറങ്ങുന്നു. സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കേണ്ട ഒരല്പം മുമ്പ് എഴുന്നേറ്റു, സുന്നത്ത് നിസ്കരിച്ചു, സുബ്ഹി നിസ്കരിച്ചു, ജോലിക്ക് പോകുന്നു. ഇതിനിപ്പോ സ്വർഗം കിട്ടുന്നൊക്കെ നബി തങ്ങൾ പറയും. ഇതിന്റെ അത്ര ഇബാദത്ത് ഇല്ലല്ലോ അദ്ദേഹത്തിന്. 3 ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞു, പിന്നെ ഞാൻ വന്നത് വാപ്പാനോടുള്ള കച്ചറ തീർക്കാനല്ല, നബി തങ്ങൾ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു, അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാമെന്നതാ. അങ്ങനെയോ? ഇത്ര തന്നെ ഉള്ളൂ മോനെ, എന്റെ അടുത്ത് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. പോകുമ്പോ ഒന്ന് തിരിച്ചു വാ, ഒന്ന് വാ തിരിച്ചു വിളിച്ചു. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ കൽബിൽ ഒരാളോടും ഒരു അസൂയ ഉണ്ടാവാറില്ല കേട്ടോ, അത്ര തന്നെ ഉള്ളൂ, മോൻ പൊയ്ക്കോ എന്ന് പറഞ്ഞു. നബിയോട് ചെന്ന് പറഞ്ഞു, നബിയെ, അദ്ദേഹവും ഞങ്ങളൊക്കെ ഇബാദത്ത് ഒരുപോലെ തന്നെ, കാര്യമായിട്ടൊന്നും കൂടുതൽ ചെയ്യുന്നു കണ്ടില്ലല്ലോ. അതിന്റെ കൽബിൽ ആരോട് ഉറങ്ങുന്ന നേരത്തെ ഒരു മനുഷ്യനോട് പകലാണ്. ഇന്ന് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോ അങ്ങനെ നിയത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നവർക്കൊന്ന് കൈപൊക്കിയാട്ടെ, ഇൻഷാ അല്ലാഹ്. എന്നിട്ടും പൊക്കാത്തവരുണ്ടല്ലോ, റബ്ബേ, ഞാനത് ആലോചിച്ചിട്ട് ഇടങ്ങാറാവുകയാണ്. ഞാൻ പറയണില്ല, പൊക്കാത്ത എല്ലാരും പൊക്കിക്കണേ. അൽഹംദുലില്ലാഹ്. ഇന്ന് കിടന്നുറങ്ങാൻ പോകുമ്പോഴേക്കും ഞാൻ ആരോടും അസൂയും പകയില്ല, ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റ് ചെയ്യാന്ന് വേഗം പൊണ്ണാക്ക് വരെ മനസ്സിലാവും അല്ലേ? ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഒന്നുമില്ല.
അങ്ങനെ നമ്മൾ മരിക്കുകയാണെങ്കിൽ സ്വർഗം കിട്ടൂലേ മിനിമം അല്ലേ? ഉറങ്ങുമ്പോൾ നമ്മളെന്താ ഉറങ്ങുമ്പോൾ നാളെ നേരം വെക്കട്ടെ കാണിച്ചു കൊടുക്കാറുണ്ടാ ഉറങ്ങേണ്ടത്? എന്താ സുബ്ഹാനല്ലാഹ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാളോടും ഒരു പകയും വിദ്വേഷവും തോന്നരുത് എന്ന് നബി പറയാം. നമ്മൾ അത് ഉഷാറാക്കിയിട്ട് ആവാഹിച്ചെടുത്തിട്ട് കിടന്നുറക്കാം. അങ്ങനെ ആവല്ലേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ആ സ്വഭാവ ഗുണം അല്ലാഹു നമുക്ക് തരട്ടെ. ആ സ്വഭാവ ഗുണം ഒരാൾക്കും ഉപദ്രവമില്ലാത്ത, മനസ്സുകൊണ്ട് സ്വന്തം കൂട്ടുകാരനെ താൻ തന്നെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുവോ അതിലേറെ സ്നേഹിക്കുന്ന സൽബുദ്ധി, അങ്ങനത്തെ ഒരു സ്വഭാവം. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന കൊടിയ ഭരണാധികാരിയുണ്ട്. ബ്ലഡ്, രക്തം ചിന്തുന്ന ആളായിരുന്നു ഞാൻ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലേ തലവെട്ടാൻ വേണ്ടി പറയും. അങ്ങനത്തെ ഒരു ഭരണാധികാരി ഇറാഖിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് തഖഫി എന്ന് പറയുന്ന മനുഷ്യൻ. ഉമർ തങ്ങൾക്ക് ദുആയിരുന്നിട്ടുണ്ട്. ഉമർ തങ്ങൾ ഒരാളെ ഇറാഖിലേക്ക് നിയമിച്ചപ്പോ ഇറാഖുകാര് ആ മനുഷ്യനെ ഇടങ്ങാറാക്കുകയും ബുദ്ധിമുട്ടാക്കുകയും ചെയ്തപ്പോ ഉമർ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ 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 അല്ലാഹുവേ, ഞാൻ നിയമിച്ച എന്റെ ഒരു ആമിലിനെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട് റബ്ബേ. അല്ലാഹുമ്മ സല്ലിത് അലൈഹിം ഗുലാമൻ മിൻ ബനി സഖീഫ്, ബനൂ സഖീഫിലെ ആ ഒരു ചെറുപ്പക്കാരനെ നീ അവരുടെ മേൽ അധികാരം കൊടുക്കു റബ്ബേ. ഇറാഖിൽ അധികാരിയായി സഖീഫ് ഗോത്രത്തിന്റെ ചെറുപ്പക്കാരനെ നീ നിയമിക്കണം തമ്പുരാനെ. ലാ യർഹമു അലാ മുഹ്സിനിഹിം, അവരിലെ നന്മ ചെയ്ത ആളുകൾക്ക് ഒരു കരുണയും ചെയ്യാതെയും, വലാ യതജാവസു അൻ മുസീഇഹിം, തിന്മ ചെയ്യുന്നവർക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ക്രൂരനായ ബനൂ സഖീഫിന്റെ ഒരു ചെറുപ്പക്കാരനെ അവർക്ക് മേൽ അധികാരിയാക്കി കൊടുക്കണേ പടച്ചവനെ. ഉമർ ദുആ ചെയ്തു. ആ ദുആന്റെ ഉത്തരമാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഈ ദുആ ഉമർ തങ്ങൾ ചെയ്തപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ജനിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം. ഇങ്ങനെ മഹാനവറുകൾ ദുആ ചെയ്തു, ബനൂ സഖീഫിന്റെ ആ ഒരു ചെറുപ്പക്കാരനെ ഇറാഖിന്റെ അധികാരിയാക്കണം. എന്റെ സജ്ജനങ്ങളായ എന്റെ ഉദ്യോഗസ്ഥന്മാരോട് മോശമായി പെരുമാറി അവർക്ക് റബ്ബേ നിന്റെ ദീനിന്റെ നിയമങ്ങൾ വലിച്ചെറിഞ്ഞവർക്ക് ഒരു കാരുണ്യമില്ലാത്ത മനുഷ്യന് നീ ശിക്ഷയാക്കി കൊടുക്ക്. ഉമർ റളിയല്ലാഹു അൻഹു വളരെ വിഷമിച്ചു പോയിട്ടുണ്ട്. അതിന്റെ ഉത്തരമാണ് അത്രേ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അത് മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുമ്പോൾ വധിക്കപ്പെട്ട സ്വഹാബിയാണ്. നബിയുടെ ഖലീഫയാണ്, നബിയുടെ പുതിയാപ്പിളയാണ്, 2 മക്കളെ കല്യാണം കഴിച്ചവരാണ്. നബിയുടെ 2 പെൺമക്കളെ ഉമ്മു കുൽസൂം, റുഖയ്യ റളിയല്ലാഹു അൻഹുമ. ആ പുതിയാപ്പിളയെ, ഹബീബിന്റെ സ്വഹാബിയെ മലക്കുകൾ പോലും നാണിക്കുമായിരുന്നു എന്ന് പറഞ്ഞ നാണമുണ്ടായിരുന്ന ഉസ്മാൻ തങ്ങളെ ഖുർആൻ ഓതുമ്പോൾ വധിച്ച അന്നത്തെ രാഷ്ട്രീയക്കാർ, അവരെ മുഴുവൻ ഒന്നൊന്നായി കൊന്നുകളഞ്ഞത് ഹജ്ജാജ് ഇബ്നു യൂസുഫാണ്. ഒന്ന് ചീഞ്ഞാവുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞ പോലെ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ഉസ്മാൻ തങ്ങളുടെ ഘാതകർ മുഴുവനും വധിക്കപ്പെടുന്നത് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കയ്യാണ്. ഇരിക്കട്ടെ, ഹജ്ജാജ് ഇബ്നു യൂസുഫിന് അന്നത്തെ ഒരു ആലിമിനോട് വല്ലാത്ത ദേഷ്യമുണ്ട്. ഇബ്രാഹിം അൻ-നഖഈ റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ ആലിമാൻ. ഇബ്രാഹിം അൻ-നഖഈയെ കിട്ടിയാൽ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഇബ്രാഹിം അൻ-നഖഈയെ പിടിക്കാൻ പോലീസുകാരെ പറഞ്ഞയക്കുന്നു ബഗ്ദാദിലൂടെ. പോലീസുകാർക്ക് അഡ്രസ് അറിയില്ല. ഇബ്രാഹിമിന്റെ വീടെന്താ ഇതാന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോ അവിടെയുണ്ട് വലിയൊരു ആലിം, ഇബ്രാഹിം തൈമി റളിയല്ലാഹു അൻഹു. അവരുടെ വീട്ടിലേക്കാ വന്നത്. ഇബ്രാഹിം ഉണ്ടോ? ഉണ്ട്. ഇതാ ഞാനാണ്. നിങ്ങളാണോ ഇബ്രാഹിം? അന ഇബ്രാഹിം. ഇവിടെ ഇബ്രാഹിം തൈമി എന്ന ഈ മഹാൻ അറിയാം ഇവരുദ്ദേശിച്ചു വരുന്നത് എന്നെയല്ല. ഇവരുദ്ദേശിച്ചു വരുന്നത് ഇബ്രാഹിം അൻ-നഖഈ എന്ന് പറയുന്ന മഹാപണ്ഡിതനെയാണ്. പക്ഷേ കൊലപാതകത്തിന് കൊണ്ടുപോകാൻ കാബാലികന്മാർക്ക് മഹാനായ പണ്ഡിതനെ ഞാൻ വിട്ടുകൊടുക്കൂല. മഹാനവർ പറഞ്ഞു, ഞാൻ തന്നെയാണത്. പാസ്പോർട്ട് അന്വേഷിക്കാൻ വേണ്ടി വരൂലേ പോലീസുകാർ വീട്ടിക്ക്? നമ്മൾ വൈകുന്നേരം ചായ എടുത്തിട്ട് പറഞ്ഞേക്കൂല്ലേ? എന്ത് കുഴപ്പം? അന്വേഷണം വന്നു, ഇത് കൊല ചെയ്യാൻ കൊണ്ടുപോവാണ്. നിങ്ങളാണോ അതെ ഞാനാ. ഇബ്രാഹിം തൈമിയാണ് ഈ പറയുന്നത് ഇബ്രാഹിം അൻ-നഖഈ ആണെന്ന്. അവരുദ്ദേശിച്ചത് ഇബ്രാഹിം അൻ-നഖഈയാണ്. നിങ്ങൾ ഇബ്രാഹിമാണോ? അതെ ഞാൻ തന്നെയാണ്. എന്നാ വാന്ന് പറഞ്ഞു കൊണ്ടുപോവാൻ. കൊലപാതകത്തിലേക്ക്, കൊലക്കയറിലേക്ക് കൊണ്ടുപോയി ഇബ്രാഹിം തൈമി എന്ന മഹാനുഭാവനെ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാബാലികന്മാർ ആക്രമിച്ച് മഹാനവറുകളെ വധിച്ചു കളയുന്ന അവസാന സെക്കൻഡിൽ പോലും പറഞ്ഞില്ല, നിങ്ങൾ ഉദ്ദേശിച്ചു വന്നാള് ഞാനല്ല, അത് ഇബ്രാഹിം അൻ-നഖഈയാണ് എന്ന് പറയാതെ ഇബ്രാഹിം അൻ-നഖഈക്ക് വിധിച്ച ശിക്ഷ നിരപരാധിയായ ഇബ്രാഹിം തൈമി അത് ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞത്. എനിക്ക് എത്ര സംഭവങ്ങൾ! തന്റെ കൂട്ടുകാരൻ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഒരു ആലിമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഏറ്റവും വലിയ മഹിതമായ മാതൃക കാണിച്ചു പോയ യാ ഇബ്രാഹിം തൈമി, എന്തോ ഒരു മാതൃകയാണ് നിങ്ങൾ കാണിച്ചു വെച്ചത്.
ഞാനല്ല അത്, നിങ്ങൾ ഉദ്ദേശിച്ച ആളെ വീട് അപ്പുറത്താന്ന് പറയാം, കൊല്ലാനാ കൊണ്ട് ഞാൻ മരിച്ചാലും ആ മഹാൻ മരിക്കണ്ട എന്ന് ചിന്തിച്ചു. ഈ സൽസ്വഭാവത്തിന്റെ മാതൃക, അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സൽസ്വഭാവം നൽകണേ തമ്പുരാനെ. ഭയങ്കര, അതാണ് അവര് നമ്മളെക്കാളും ഏറ്റവും നല്ല കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയത്. ഖൈറുൽ ഖുറൂൻ. ഇതൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയോ മുഅ്മിനീങ്ങളെ? അല്ലാഹ്. ഏഴാമത്തെ വിഷയം മശ്ഹദുൽ അംൻ. മശ്ഹദുൽ അംൻ, എപ്പോഴും ശാന്തമായിട്ടിരിക്കുക. പ്രതികാരത്തിനൊരുങ്ങരുത്, പ്രതികാരത്തിനൊരുങ്ങാതിരിക്കുക. ഏത് വിഷയത്തിനും തന്നെ ഇങ്ങോട്ട് വേദനിപ്പിച്ചവർക്ക് പ്രതികാരം ചെയ്യാതിരിക്കുക. അതൊരു സൽസ്വഭാവമാണ്.